വളരെ മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്ന, പെട്ടെന്ന് പടർന്ന് പന്തലിക്കുകയും ചെയ്യുന്ന അഗാന്തേസി കുടുംബത്തിലെ നിത്യഹരിത ക്ലൈംബിംഗ് സസ്യമായ തങ്പർജിയ അലേറ്റ. ഇതിനെ സാധാരണയായി ബ്ലാക്ക് ഐഡ് സൂസൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് ലോകമെമ്പാടും ഇത് ഒരു പൂന്തോട്ട സസ്യമായി ഉപയോഗിക്കുന്നു. പെട്ടെന്നുള്ള വളർച്ചാശീലവും വിശാലമായ സ്വഭാവവും കൊണ്ട് ഈ ചെടി സമീപത്തുള്ള മറ്റു സസ്യങ്ങളെക്കാൾ നന്നായി വളരുന്നു. ഈ പ്ലാന്റ് കൊട്ടകൾ, വിൻഡോ ബോക്സുകൾ, അതുമല്ലെങ്കിൽ വലിയ മിക്സഡ് കണ്ടെയ്നറുകൾ എന്നിവയിലും ചുവരുകളിലും ബോർഡറുകളിലും നിലത്ത് പടർത്തിയും വളർത്താൻ കഴിയുന്ന മനോഹരമായ ഒരു പൂച്ചെടിയാണ്. ഈ ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമൻറ്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചെടിയുടെ ജന്മദേശം കിഴക്കൻ ആഫ്രിക്കയാണ്. കൂടാതെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളായ ചൈന, കിഴക്കൻ ഓസ്ട്രേലിയ, ഹവായ്, ടെക്സാസ്, ഫ്ലോറിഡ, കൊളംബിയ, പ്യൂർട്ടോറിക്കോ, മെക്സിക്കോ, തെക്കൻ US തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇന്ന് ഇത് ലോകമെമ്പാടും കാണപ്പെടുന്നു. മുൻപ് പറഞ്ഞ രാജ്യങ്ങളിലെ പോലെ തന്നെ ഈ ചെടി ഇന്ന് ദക്ഷിണാഫ്രിക്ക, പോർച്ചുഗൽ, ജപ്പാൻ, ന്യൂസിലാൻഡ്, ബ്രസീൽ, അർജന്റീന, മാഡഗാസ്കർ, ഇന്ത്യ, തായ്ലൻഡ്, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്നു. കറുത്ത കണ്ണുള്ള സൂസൻ എന്ന പേര് നിരവധി പരമ്പരാഗത ബാലഡുകളിലും പാട്ടുകളിലുമുള്ള കഥാപാത്രത്തിൽ നിന്നാണ് വന്നതെന്ന് കരുതപ്പെടുന്നു. ഇതിന്റെ സൂചകമായി ജോൺ ഗേയുടെ ബെല്ലോഡ് ഓഫ് ബ്ലാക്ക് ഐഡ് എന്ന ഒരു കൃതി തന്നെ ഉണ്ട്. ഇതുപോലെ തന്നെ കറുത്ത കണ്ണുള്ള സൂസൻ റുഡ്ബെക്കിയ ജനുസിലെ മറ്റിനം പൂക്കൾക്കും ഇതേ പേര് തന്നെ നൽകിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ വടക്കേ അമേരിക്കയിൽ നിന്നുള്ള ഡെയ്സി കുടുംബത്തിലെ കോമ്പോസിറ്റേ ഇനത്തിൽപ്പെട്ട ചെടിയും ഇതേ പേരിൽ അറിയപ്പെടുന്നു. വളരെ പെട്ടെന്ന് വളരുകയും പൂക്കുകയും ചെയ്യുന്നതിനാൽ ഇത് പലപ്പോഴും തണുത്ത പ്രദേശങ്ങളിൽ വാർഷിക അലങ്കാര പൂന്തോട്ട സസ്യമായി വളർത്തുന്നു. എന്നാൽ ലോകമെമ്പാടുമുള്ള പല ചൂടുള്ള സ്ഥലങ്ങളിലും ആക്രമണാത്മകമായി മാറിയതിനാൽ മഞ്ഞുരഹിത കാലാവസ്ഥയിൽ ഈ ചെടി ഒരു റാംബ്ലറാണ്. മറ്റു ചില വള്ളിച്ചെടികളെ പോലെ പറ്റിപ്പിടിച്ച് ടെൻഡ്രൈലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം പിണഞ്ഞ് സർപ്പിളായി ഒരു താങ്ങിൽ ഇത് വളർന്നു കയറുന്നു. വിപരീത ദിശയിൽ ഓവൽ മുതൽ ത്രികോണാകൃതിയിലോ ഹൃദയാകൃതിയിലോ ഉള്ള ഇലകൾ ഇതിന്റെ ഇലഞ്ഞെട്ടുകളിൽ 3 ഇഞ്ച് വരെ നീളത്തിൽ വളരുന്നു. അവ മൃദുവായതും രോമമുള്ളതും മുകൾ ഭാഗത്തെ മങ്ങിയ കടും പച്ച നിറവും അതിന്റെ അടിഭാഗം ഇളം പച്ച നിറവുമാണ്. ഇതിന്റെ അരികുകൾക്ക് പല്ലിന്റെ രൂപത്തോട് സാദൃശ്യമുണ്ട്. ഓറഞ്ചിന്റെയും മഞ്ഞയുടെയും ഷെയ്ഡുകളുള്ള പ്രകടമായ പൂക്കൾ ഇലകളുടെ കക്ഷത്തിൽ ഒറ്റയ്ക്കും ഉണ്ടാകുന്നു. ഇതിന്റെ മധ്യത്തിൽ പൊട്ടുപോലെ ബ്ലാക്ക് ഷെയ്ഡും കാണാം. 1.5 or 2 ഇഞ്ച് വീതിയുള്ള ഓരോ പൂവും വലുതും ഞരമ്പുള്ളതും രോമമുള്ളതും പച്ച നിറത്തിലുള്ളതുമായ ഒരു ചെറിയ പച്ച കലർന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു വൃത്താകാരമായ രൂപത്തിൽ നിന്നാണ് പുറത്തു വരുന്നത്. ഇത് കാഹളത്തിന്റെ ആകൃതിയിലുള്ള കൊറോള തവിട്ട് മെറൂൺ മധ്യത്തിനു ചുറ്റും ഓവർലാപ്പ് ചെയ്യുന്ന 5 ദളങ്ങളാൽ പരന്നതാണ് ഈ പുഷ്പം. ഇത് കൂടാതെ ഓറഞ്ച്, മഞ്ഞ, വെള്ള തുടങ്ങിയ വിവിധ കോമ്പിനേഷനുകളിലുള്ള ഇനങ്ങളും കാണപ്പെടുന്നു. വേനൽക്കാലത്തിന്റെ മധ്യത്തിൽ നിന്ന് ശൈത്യകാലത്തിന്റെ തുടക്കം വരെ ഈ സസ്യങ്ങൾ പൂക്കുന്നു. വേനൽക്കാലത്തിന്റെ അവസാനത്തിൽ പലപ്പോഴും ഇത് പൂക്കളുടെ മികച്ച ഒരു പ്രദർശനം തന്നെ സൃഷ്ടിക്കാറുണ്ട്. പൂമ്പാറ്റകൾ, തേനീച്ചകൾ, ഹമ്മിങ് ബേർഡുകൾ മുതലായ പരാഗണ ജീവികൾ ഈ ചെടിയുടെ നിത്യസന്ദർശകരാണ്. ഈ പൂക്കളിൽ നിന്നുണ്ടാകുന്ന പഴങ്ങൾ ധാരാളം റെട്ടിക്കുലേറ്റ് വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിന്റെ ഓരോ പഴത്തിലും ധാരാളം റെട്ടിക്കുലേറ്റ് വിത്തുകൾ അടങ്ങിയിട്ടുണ്ട്. ഓരോ സീസണിന്റെയും അവസാനത്തിലാണ് ഈ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുക. ഇതിന്റെ ഫലത്തിന് വൃത്താകൃതിയിലുള്ള അടിത്തറയും നീളമുള്ള കൊക്കുമുള്ള ഒരു പക്ഷിയുടെ തലയോട് സാമ്യമുള്ളതാണ്. ഓരോ പഴത്തിലും 2 അല്ലെങ്കിൽ 4 അർദ്ധവൃത്താകൃതിയിലുള്ള റെട്ടിക്കുലേറ്റ് വിത്തുകൾ അടങ്ങിയിരിക്കുന്നു. കറുത്ത കണ്ണുള്ള സൂസൻ വള്ളിച്ചെടി ചെറിയ ഘടനകളെ പെട്ടെന്ന് മൂടും. ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണനാ ഘടനയിൽ വളരാൻ അനുവദിക്കാതെ ഇത് നിലത്തു പടർത്തിയാൽ നിലം കവർ ചെയ്ത് പൂക്കളുടെ ഒരു പുൽമേട് തന്നെ ഇത് സൃഷ്ടിക്കും. ഇതുപോലെ അലങ്കാരത്തിനോ മനോഹരമായ ദൃശ്യഭംഗി സൃഷ്ടിക്കാനോ മതിലിലോ വേലിയിലോ ഹാർബറിലോ ട്രെല്ലിസിലോ ഒക്കെ ഇത് വളർത്താം. ഇതുകൂടാതെ ചുവരുകളിലോ ഹാങ്ങിങ് പോട്ടുകളിലോ ആണ് നിങ്ങൾ വളർത്തുന്നതെങ്കിൽ താഴോട്ട് പടർന്നു കിടന്ന് നല്ല മനോഹാരിത സൃഷ്ടിക്കുന്നു. ഇതിന്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ ഇതിനോടൊപ്പം മോർണിംഗ് ഗ്ലോറി, പർപ്പിൾ ഹയാസിന്ത് ബീൻ പോലുള്ള വള്ളിച്ചെടികളും വളർത്താം. മഞ്ഞുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നതും കണ്ടെയ്നറുകളിൽ തന്നെ വളർത്താൻ ശ്രമിക്കുക. അതിശൈത്യമുള്ള സമയങ്ങളിൽ ഇൻഡോർ ഭാഗത്തേക്ക് മാറ്റിവെച്ച് സുരക്ഷിതമാക്കാൻ ഇത് സഹായിക്കും. പൂർണ്ണ സൂര്യപ്രകാശത്തിൽ വളർത്തിയാൽ നിങ്ങൾക്ക് കൂടുതൽ പൂക്കളും ആരോഗ്യമുള്ള ചെടികളും ലഭിക്കും. മിക്ക ദിവസങ്ങളിലും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമാണ്. എങ്കിലും ഉച്ച കഴിഞ്ഞുള്ള അതിരൂക്ഷ ചൂടിൽ നിന്നും സംരക്ഷണവും ആവശ്യമാണ്.
എന്നാൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഇത് സാധാരണയായി വാർഷികമായാണ് വളരുന്നത്. അതായത് വളരുന്ന സീസണിന് ശേഷം പൂന്തോട്ടത്തിൽ നിന്നും ഇത് നീക്കം ചെയ്യുന്നു. എന്നാൽ ഈ ചെടി സാങ്കേതികമായി വളർച്ച നിലയ്ക്കാത്തതായതിനാൽ നിങ്ങൾക്ക് ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ഹാർഡിനെസ് സോണുകൾക്ക് പുറത്താണെങ്കിൽ വീടിനുള്ളിലേക്ക് മാറ്റാം. ശൈത്യകാലത്ത് ധാരാളം സൂര്യപ്രകാശം ലഭിക്കുകയും താപനില 60 ഡിഗ്രി ഫാരൻഹീറ്റിന് താഴെയായാൽ ഈ ചെടി പൂക്കുകയും ചെയ്യുന്നു. മഞ്ഞുവീഴ്ചയില്ലാത്ത കാലാവസ്ഥയിൽ ഈ ചെടി ഇടതൂർന്ന് വളരുന്നു. ചൂടുള്ള പ്രദേശങ്ങളിൽ മെയ് മാസം മുതൽ ഡിസംബർ വരെ തുടർച്ചയായി പൂക്കുന്നു. നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ ഇത് നന്നായി വളരും. നിഷ്പക്ഷമായ മണ്ണിൻ്റെ pH ലെവലാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. അതായത് 6.6 മുതൽ 7.7 വരെ. ഇത് ജൈവവസ്തുക്കളാൽ സമ്പന്നമായ മണ്ണിൻ്റെ ഘടനയാണ്. അതുകൊണ്ട് നടുന്നതിന് മുന്നേ മണ്ണിൽ കമ്പോസ്റ്റ് മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ വള്ളിച്ചെടികൾ നനഞ്ഞ മണ്ണിൽ വളരുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ധാരാളം വരണ്ടതും ചൂടുള്ളതുമായ മണ്ണും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മണ്ണിൽ സ്ഥിരമായി ഈർപ്പം നിലനിർത്താൻ ശ്രദ്ധിക്കണം. അതിനാൽ ഈ ചെടിയുടെ മേൽമണ്ണ് ഏതാനും ഇഞ്ച് ഉണങ്ങിയതിന് ശേഷം മാത്രം നനയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ വളപ്രയോഗത്തെപ്പറ്റി നോക്കാം. ഈ ചെടികളിൽ ധാരാളം പൂവുണ്ടാകുന്നതിന് നല്ല സൂര്യപ്രകാശം, വെള്ളം, പതിവായ വളപ്രയോഗം എന്നിവ അത്യാവശ്യമാണ്. നല്ല രീതിയിൽ പൂക്കുമ്പോൾ ഈ ചെടിക്ക് വളരെയധികം ഊർജം ആവശ്യമാണ്. അതിനാൽ ഇവ നന്നായി വളരുന്നതിന് എല്ലാ 4-6 ആഴ്ചയിലൊരിക്കൽ പൂർണ്ണമായി വളപ്രയോഗം നടത്തേണ്ടതാണ്. കണ്ടെയ്നറുകളിൽ വളർത്തുന്ന ചെടികൾക്ക് വളപ്രയോഗത്തിന്റെ ആവൃത്തി കൂട്ടേണ്ടതാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK 10ന്റെയോ 14ന്റെയോ തുല്യ അനുപാതത്തിലുള്ള ദ്രാവക വളം തിരഞ്ഞെടുക്കുക. ചെടി സജീവമായി വളരുന്ന വസന്തകാലത്ത് വളപ്രയോഗം ആരംഭിക്കുക. വളരുന്ന സീസണിലുടനീളം വളപ്രയോഗം തുടരുക. തണ്ടുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കി ചെടിയുടെ ചുവട്ടിൽ വളം തുല്യമായി തളിക്കുക. പോഷകങ്ങൾ റൂട്ട് സോണിൽ എത്താൻ വളപ്രയോഗത്തിന് ശേഷം ചെടി നന്നായി നനയ്ക്കുക. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ നൽകാം. ചെടിയുടെ ആരോഗ്യവും വളർച്ചയും നിരീക്ഷിക്കുക. ചെടി ആരോഗ്യകരമായി കാണപ്പെടുകയും ധാരാളം പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അധികം വളം നൽകേണ്ടതില്ല. അമിത വളപ്രയോഗം ചെടികളിൽ പോഷക അസന്തുലിതാവസ്ഥ മൂലം ഉണ്ടാകുന്ന ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇനി ഇതിനെ ബാധിക്കുന്ന രോഗങ്ങളും കീടബാധയും നോക്കാം. ബ്ലാക്ക് ഐഡ് സൂസൻ വൈൻ ചെടി പുറത്ത് വളർത്തുമ്പോൾ അധികം കീടബാധ ഏൽക്കാത്ത ഒരു അതിജീവന സസ്യമാണ്. വീട്ടിനുള്ളിൽ വളർത്തിയാൽ ചിലന്തിക്കാശ്, വെള്ളീച്ച മുതലായ കീടങ്ങൾ ഇതിനെ പെട്ടെന്ന് ബാധിക്കും. എങ്കിലും ഇതിനെ ബാധിക്കുന്ന പൊതുവായ കീടങ്ങളും രോഗങ്ങളും മുൻപ് പറഞ്ഞത് കൂടാതെ കാറ്റർപില്ലർ, മുഞ്ഞ, വിഷമഞ്ഞ്, ലീഫ് സ്പോട്ട്, റൂട്ട് ചീയൽ എന്നിവയാണ്. ഇതിന്റെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഇതിന്റെ ഉൽപാദന പ്രക്രിയകൾ സവിശേഷതയുള്ളതിനാൽ ഐവി പാരഡൈസിന്റെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ വൈദ്യ ഉപയോഗത്തെപ്പറ്റി നോക്കാം. തുംബർജിയ സ്പീഷീസിൽപ്പെട്ട ചെടികൾക്ക് നാടോടി വൈദ്യത്തിൽ പരമ്പരാഗത ഉപയോഗമുണ്ടെങ്കിലും തുംബർജിയ അലേറ്റയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ ഗവേഷണങ്ങൾ ഇന്റർനാഷണൽ ജേണൽ ഓഫ് മോളിക്കുലാർ മെഡിസിൻ 2016 സെപ്റ്റംബർ 21 പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾ പ്രകാരം ഇതിന്റെ പല മൂലകങ്ങളും ശാസ്ത്രീയമായി കണ്ടെത്തിയതിന്റെ ഫലമായി അവയുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുന്നതായും പറഞ്ഞിട്ടുണ്ട്. ഉഗാണ്ട, കെനിയ എന്നിവയുൾപ്പെടെ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പനി, ചുമ, വയറിളക്കം തുടങ്ങിയ വിവിധ രോഗങ്ങൾ ചികിത്സിക്കാൻ ഈ ചെടി പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു. ഉഗാണ്ടയിൽ പനിയും മലേറിയയും ചികിത്സിക്കാനായി ഇതിന്റെ ഇലയുടെയും തണ്ടുകളുടെയും നേരിയ കഷായം അവിടങ്ങളിലെ നാടോടി വൈദ്യത്തിൽ വാമൊഴിയായി പ്രചരിച്ചു കാണുന്നു. അതുപോലെ ഇതിന്റെ ഇലകൾ വയറിളക്കം ചികിത്സിക്കാനും ചില ഭൂപ്രദേശങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു. കെനിയയിൽ വാമൊഴിയിലൂടെ പ്രചരിച്ച ഇതിന്റെ കഷായം ചുമ, പനി, നടുവേദന എന്നിവയ്ക്ക് ആശ്വാസം ലഭിച്ചതായി ജെറൂട്ടോയും മറ്റുള്ളവരും റിപ്പോർട്ട് ചെയ്തതായി കണ്ടുവരുന്നു. ഇതുകൂടാതെ കെനിയയിൽ ഈ ചെടിയുടെ പൊടിച്ച ഇലകളുടെ പ്രാദേശിക പ്രയോഗം ചർമ്മത്തിന്റെ പരുവിന്റെ ചികിത്സയിൽ വിജയിച്ചതായി പറയുന്നു.
ഇതുകൂടാതെ ആന്റി മൈക്രോബയൽ, ആന്റി വൈറൽ, ആന്റി ഫംഗൽ, സൺ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റുകൾ എന്നിവയുൾപ്പെടെ നിരവധി പഠനങ്ങൾ ഇതിന്റെ ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫൈറ്റോ കെമിക്കൽ ഗവേഷണം അനുസരിച്ച് ഫിനോളിക് സംയുക്തവും ഇതിലടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം കഫിയോയിൽ മാലിക്, ഫെറുലോയിൽ മാലിക്, കൗമറോയിൽ മാലിക് ആസിഡുകൾ, ഇറിഡോയിഡ് ഗ്ലൂക്കോസൈഡുകളായ അലറ്റോസൈഡ്, തുനാലോസൈഡ്, സ്റ്റിൽ ബാരിക്കോസൈഡ്, ട്യൂൺബെറിക്കോസൈഡ് ഈ സംയുക്തങ്ങളിൽ കഫിയോലിക് മാലിക് ആസിഡ് വിരുദ്ധ ബാഹ്യാവിഷ്കാരവും ആന്റി ഓക്സിഡന്റ്, ആന്റി സപാസ്മോഡിക് ഇഫക്റ്റുകളും ചെലുത്തുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാന്റ് പരമ്പരാഗതമായി ഉപയോഗിക്കുകയും ഇതിന്റെ ഫാർമക്കോളജിക്കൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ സത്തിലെ ഇമ്മ്യൂണോ മോഡുലേറ്ററി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. അവയെക്കുറിച്ചും തുടർന്ന് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെടിയുടെ വലിപ്പവും രൂപവും നിയന്ത്രിക്കുന്നതിന് സമർത്ഥമായ പൂക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രൂൺ ചെയ്യുന്നത് നല്ലതാണ്. അതോടൊപ്പം വളർച്ചയെത്തിയ പൂക്കൾ നീക്കം ചെയ്യുന്നത് ധാരാളം പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും സഹായിക്കും. ലോകമെമ്പാടും ഇത് ഒരു പൂന്തോട്ട സസ്യമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് ആക്രമണകാരിയായ ഇനമായി വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കരീബിയൻ, പസഫിക് ദ്വീപുകൾ, മെക്സിക്കോ മുതൽ കൊളംബിയ വരെയും ജപ്പാനിലും ഈ ചെടിയുടെ അതിവേഗ വളർച്ച കാരണം ഇടയ്ക്കിടെ പൂവിടുമ്പോൾ പരാഗണം നിമിത്തം മറ്റു ചെടികളെ ആക്രമിച്ച് മൂടുകയോ നിഴൽ സൃഷ്ടിച്ചോ അതിന്റെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. കൈകൊണ്ട് ഇതിനെ ഉന്മൂലനം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം വളരുന്ന ഭൂഗർഭ റൈസോമുകൾ ഇത് സൃഷ്ടിക്കുന്നതിനാലും ഇതിന്റെ വളർച്ച ഈ പ്രദേശങ്ങളിൽ ഭീഷണിയായി കാണുന്നുണ്ട്. പക്ഷേ ശൈത്യമുള്ള പ്രദേശങ്ങളിൽ ഇത് വാർഷികമായി വളരുന്നതിനാൽ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. 10 മുതൽ 11 വരെയുള്ള USDA സോണുകളിലാണ് ഇത് ഭീഷണി സൃഷ്ടിക്കുന്നത്. ഇതിന്റെ പല സ്പീഷീസുകൾ ഇന്ന് ലോകമെമ്പാടും കണ്ടുവരുന്നുണ്ട്. ടൊംബർജിയ ഫ്രാഗ്രൻസ്, വെളുത്ത സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഇതിന്റെ ജന്മദേശം ഇന്ത്യയാണ്. ടൊംബർജിയ ഗ്ലാഡിഫ്രോഡ അല്ലെങ്കിൽ ബംഗാൾ ക്ലോക്ക് വൈൻ, ഇതും ഇന്ത്യയിൽ നിന്നുള്ള വെളുത്ത പൂക്കളുള്ള പൂച്ചെടിയാണ്. ഇത് പലപ്പോഴും ഫ്ലോറിഡ, തെക്കൻ കാലിഫോർണിയ, ഹവായ് എന്നിവിടങ്ങളിലെ ഗാർഡനിലും വ്യാപകമായി ഉപയോഗിച്ച് കണ്ടുവരുന്നു. ടൊംബർജിയ ലോറിഫോളിയ അല്ലെങ്കിൽ ലോറൽ ഇലകളുള്ള ടൊംബർജിയ, ഇതും ഇന്ത്യയിൽ നിന്നുള്ള ഒരു നാടൻ വള്ളിച്ചെടിയാണ്. ഇത് പലപ്പോഴും ഹവായിൽ ദ്രുമനൂൽ പൂക്കളുള്ള മനോഹരമായ വള്ളിച്ചെടിയായി വളർത്തുന്നു. ഈ ചെടി വേനൽക്കാലത്തിന്റെ മധ്യം മുതൽ ആദ്യത്തെ മഞ്ഞുകാലം വരെ പൂക്കുന്നു. പക്ഷേ നല്ല സൂര്യപ്രകാശമുള്ള മഞ്ഞുവീഴ്ചയില്ലാത്ത കാലാവസ്ഥാ മേഖലകളിൽ വർഷം മുഴുവൻ പൂക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ ആശ്രയിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷി മാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.